നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. താമരശ്ശേരിയിൽ യാസിർ കുത്തിക്കൊലപ്പെടുത്തിയ ഷിബില ക്രൂരമായ ലൈംഗിക വൈകൃതത്തിനിരയായതായി വെളിപ്പെടുത്തൽ. ഷിബിലയ്ക്ക് നിയമസഹായം നൽകിയ സലീന ഹുസൈനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ലീഗൽ എയ്ഡ് ക്ലിനിക് വോളണ്ടിയറാണ് സലീന ഹുസൈൻ. തനിക്ക് യാസിറിനോടൊപ്പം ജീവിക്കേണ്ടെന്ന് ഷിബില പറഞ്ഞിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഷിബില പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയത്. മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം യാസിർ ഷിബിലയെ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിനിരയാക്കിയിരുന്നുവെന്നും സലീന പറയുന്നുണ്ട്. ശാരീരിക മർദ്ദനത്തിലുപരി ഇതാണ് വിവാഹമോചന തീരുമാനത്തിലേക്ക് ഷിബിലയെ നയിച്ചതെന്നും സലീന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഫെബ്രുവരി 28 താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയ ശേഷം ഷിബിലയെയും യാസിറിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു. യാസിറിനോടൊപ്പം പോകില്ല എന്ന നിലപാടിൽ ഷിബിലയും കൂടെ പോരണമെന്ന് യാസിറും നിലപാടെടുത്തതോടെ ഒന്നിച്ചു വിടാനുള്ള സാധ്യത കുറഞ്ഞെന്നും തുടർന്ന് 1 മാസം ഷിബില സ്വന്തം വീട്ടിൽ നിൽക്കട്ടെ എന്നും അത് കഴിഞ്ഞ് തുടർന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്നും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ തീരുമാനിച്ചിരുന്നു. പിന്നീടാണ് അരും കൊലയെപ്പറ്റി താൻ അറിഞ്ഞതെന്നും സലീന മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മാർച്ച് 18 താമരശ്ശേരിയിൽ യാസിർ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. നോമ്പു തുറക്കുന്ന സമയത്തായിരുന്നു കൊലപാതകം നടന്നത്. ഷിബിലയുടെ വീട്ടിലെത്തിയ യാസിർ കത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ച ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെയും മാതാവ് ഹസീനയെയും യാസിർ ആക്രമിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സയിൽ കഴിയുകയാണ്. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഷിബിലയുടെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴുത്തിലെ 2 മുറിവുകളും ആഴത്തിലുള്ളതാണെന്നും ആകെ 11 മുറിവുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു യാസിറും ഷിബിലയും. വീട്ടുകാർ പിന്തുണയ്ക്കാഞ്ഞതിനെ തുടർന്ന് ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വിവാഹത്തിനു ശേഷം യാസിർ ഷിബിലയെ നിരന്തരം ആക്രമിച്ചിരുന്നു. പിന്നീട് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് 3 വയസ്സുകാരിയായ മകളുമായി സ്വന്തം വീട്ടിലായിരുന്നു ഷിബില താമസിച്ചിരുന്നത്.